14 ജില്ലകളിലൂടെയുള്ള ഞങ്ങളുടെ ഓൾ കേരള യാത്രയുടെ ആദ്യത്തെ ജില്ലയായ വയനാടാണ് ഇപ്പോൾ ഞങ്ങളുള്ളത്. വയനാട് തന്നെ ആദ്യമായി ഞങ്ങൾ പോകാൻ പോകുന്നത് ഇടക്കൽ കേവ്സ് ആണ്. ഇടക്കൽ കേവ്സിൻ്റെ ചരിത്രവും അതുപോലെ തന്നെ കുറച്ച് വിഷ്വൽസുമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. നോക്കിയാലോ നേരെ. ഞങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരുന്നത് ബൈക്കിലാണ്. അതുകൊണ്ട് തന്നെ ബൈക്ക് പാർക്ക് ചെയ്തതിന് ശേഷം നേരെ പോകുന്നത് എൻട്രൻസിലോട്ടാണ്. ബൈക്ക് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന ചിലവ് എന്ന് പറയുന്നത് 20 രൂപയും കാറാണെങ്കിൽ 50 രൂപയും ബസ്സാണെങ്കിൽ അതിൽ കൂടുതലുമായിട്ടാണ് ഇവിടുത്തെ പാർക്കിംഗ് ചാർജ് എന്ന് പറയുന്നുള്ളത്. സോ നേരെ എൻട്രൻസിലോട്ടാണ് നടത്തം. കയറി ചെല്ലുമ്പോൾ ആദ്യമായി കാണാൻ പറ്റുന്ന ഒരു ബോർഡ് എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് ബാൻ ചെയ്തിട്ടുള്ള ഒരു ഏരിയയാണിത്. ഒരാളുടെ ടിക്കറ്റ് റേറ്റ് എന്ന് പറയുന്നത് 50 രൂപയാണ് ഈ മോണിമെൻറ്റിൻ്റെ മുകളിലോട്ട് പോകാനുള്ള ചാർജ് എന്ന് പറയുന്നത്. The steps are steep. Absolutely steep. ഇടക്കൽ കേവ് സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിലെ കൽപ്പറ്റയിൽ നിന്ന് ഏകദേശം 25 കിലോമീറ്റർ മാറി നിന്നാണ്. മൈസൂരിലെ ഉയർന്ന പർവ്വതങ്ങളെ മലബാർ തീര തുറമുഖങ്ങളുമായി ബന്ധിപ്പിക്കുന്ന പുരാതന വ്യാപാര പാതയ്ക്ക് സമീപം, അതായത് അമ്പംകുറ്റി മലയിൽ സമുദ്രനിരപ്പിൽ നിന്ന് 1200 മീറ്റർ ഉയരത്തിലാണ് ഇവകൾ സ്ഥിതി ചെയ്യുന്നത്. ഈ ഗുഹകളിൽ നിയോലിത്തിക് മനുഷ്യനിൽ നിന്ന് BC 6000-ലധികം പഴക്കമുള്ളതായി കരുതപ്പെടുന്ന ചിത്രരചനകളുമുണ്ട്. ഈ പ്രദേശത്ത് ഒരു ചരിത്രാതീത വാസസ്ഥലം ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചന കൂടിയാണ്. ഇവിടെ പണ്ടത്തെ ലിപിയിൽ ഒരുപാട് കാര്യങ്ങൾ എഴുതി വച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു കല്ല്, ഇവിടെ നിന്നിരിക്കുന്ന ഈ ഒരു കല്ലിൻ്റെയും അതേപോലെ തന്നെ ഈ ഒരു കല്ലിൻ്റെയും സപ്പോർട്ടിലാണ്. See how huge it is. ഒരുപാട് ടൂറിസ്റ്റ് ഗൈഡൊക്കെ ഇതിൻ്റെ മുകളിലുണ്ട്. പക്ഷേ അവർ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നു. ഞാൻ ചോദിച്ചപ്പോൾ മലയാളി എന്ന രീതിയിലാണോ എന്നറിയില്ല, എനിക്കൊരു കാര്യവും പറഞ്ഞു തന്നില്ല. പക്ഷേ പുറത്ത് നാട്ടിൽ നിന്നാണ്, അതായത് തമിഴ്നാടിൽ നിന്നും മറ്റ് ഹിന്ദി സംസാരിക്കുന്നത്, ഏത് നാടി എന്നുള്ളത് എനിക്ക് അത്ര കൃത്യമായിട്ട് അറിയില്ല. അവർക്കൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇംഗ്ലീഷിലും പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഹിന്ദിയിലും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. സോ നമുക്കൊരു മലയാളികളായിട്ട് പോലും നമുക്കൊരു ഇൻഫർമേഷനും പറഞ്ഞു തന്നില്ല എന്നുള്ളതാണ്. ഒരുപാട് കാര്യങ്ങൾ അവിടെ ഉണ്ട്, ലാംഗ്വേജസിൽ എഴുതി വെച്ചിട്ടുണ്ട്, 6000 വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യങ്ങൾ. പക്ഷേ എന്താണ് എന്നുള്ളത് അത്ര കൃത്യമായിട്ട് അറിയില്ല. ഞാൻ പറഞ്ഞ ഡീറ്റെയിൽസൊക്കെ ഞാൻ ഗൂഗിൾ റെഫർ ചെയ്ത് പറഞ്ഞ കാര്യങ്ങളാണ്. സോ വി ക്യാൻ സീ ഓൺ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.